ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിങ്ങനെ ഇപ്പോൾ പെരയുടെ അവിടെ മാറാലയില്ല, നമ്മുടെ പെരയുടെ മുകളിലൊക്കെ ചുക്കിരി വലയെന്നൊക്കെ പറയും. അതിങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേനും അവിടെ ഈ പെരയുടെ മോൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഈ ചുക്കിരി വല അടിക്കാനായിട്ട് എൻ്റെ കൈ എത്തത്തില്ലല്ലോ, എന്ത് ചെയ്യും എന്നോർത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് കേട്ടോ. എൻ്റെ കൊച്ചു ബുദ്ധി കേട്ടോ. അത് എന്താണെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്നോർത്തുകൊണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്തെന്നുള്ളത്. മാറാല അടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഞാൻ ഈ വീഡിയോ ഓടി വന്ന് ഞാൻ ചെയ്തു കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടെന്ന് ഓർത്തുകൊണ്ട് കേട്ടോ. നമ്മൾ മാറാല അടിക്കാനുള്ള സാധനം കടയിലൊക്കെ കിട്ടും. അതിന് 200, 100, 150 രൂപയൊക്കെ വിലയല്ലേ. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, 250 രൂപ കളയേണ്ട കാര്യമില്ലല്ലോ, എങ്ങനെ ഇതൊന്ന് അടിച്ച് കളയും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് നമ്മൾ അവിടെ ഒരു PVC പൈപ്പ് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ എന്നിട്ട് ആ PVC പൈപ്പ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ എന്തുവാ, നമുക്ക് പിന്നെ അടിച്ച് തീർന്ന ഒരു ചൂലുണ്ടായിരുന്നു. ആ ചൂല് എടുത്തുകൊണ്ട് വന്ന് അവത്തേലോട്ട് ഞാൻ പിന്നെ കെട്ടി വെക്കുമല്ല, PVC പൈപ്പിൻ്റെ പിന്നെ മുകളിലായിട്ട് ചൂലിങ്ങനെ കുത്തിയിറക്കി. അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, കാണിച്ചു തരാവേ, കടയിൽ നിന്ന് മേടിക്കുന്ന ചൂലില്ലേ, ഇതാണ് ചൂല് കണ്ടോ. നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൊണ്ട് ഈ ചൂല് മൊത്തം പോയതാട്ടോ, മൊത്തം പോയതാണ്. അപ്പോൾ ഉപയോഗമില്ലാതെ അവിടെ കിടക്കുമായിരുന്നു. അപ്പോഴത്തേനും ഞാൻ എന്നടുത്ത് ഈ ചൂലിൻ്റെ ഇതുണ്ടോ ഇവിടെ, ഇതിൻ്റെ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറുതാണ്, PVC പൈപ്പിനകത്തൂടെ കിടക്കാൻ പറ്റിയല്ല. അപ്പം ഞാൻ ഇതെടുത്ത് ഒരു അരിവ എടുത്ത് ഇതിൻ്റെ PVC പൈപ്പ് ഇല്ല, ഇതിൻ്റെ ചൂലിൻ്റെ പുറവശം ഇങ്ങനെ പിന്നെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ PVC പൈപ്പില്ലേ, ചെറിയ PVC പൈപ്പ്, അത് ഇച്ചിരി നീളമുള്ള PVC പൈപ്പ് വേണം കേട്ടോ. നമ്മുടെ പെരയുടെ മോൾ ഭാഗമൊക്കെ ഇതുണ്ടോ, PVC പൈപ്പ് എടുത്തിട്ട് നമ്മുടെ ചൂലില്ലേ, ആ ചൂലിൻ്റെ കണ്ടിച്ച് വെച്ചിരുന്ന ആ ചൂലിൻ്റെ ആ ഭാഗം ഇതുണ്ട് കണ്ടോ. ഈ PVC പൈപ്പിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഞാനിത് പിന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ശരിക്കും നല്ല പോലെ നമുക്ക് അടിക്കാനൊക്കെ നല്ല കേട്ടോ. ഇച്ചിരി മുറുക്കമുള്ളതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് അവിടെ തന്നെ ഇരുന്നോളും, പോവല്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാവേ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാറാല ഇങ്ങനെ തൂത്തോണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് കേട്ടോ, ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തോണ്ടാട്ടോ ഞാൻ ഈ കണ്ടോ PVC പൈപ്പിനകത്തോട്ട് ഇത് കയറ്റി. എന്നിട്ട് നമുക്ക് മുകളിലത്തെ ചുക്കിരി വലയൊക്കെ നല്ല പോലെ നമുക്ക് അടിച്ച് കളയാം കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുക. നമ്മൾ ഉപയോഗമില്ലാതെ ചുമ്മാ കളയുന്ന ചൂലൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്ത് നിങ്ങളിതൊക്കെ കളയാതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങളിതൊക്കെ ചെയ്യും കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എൻ്റെ കൊച്ചു വീഡിയോസൊക്കെ കാണുന്നതും. താങ്ക് യു. ഇനി ഒന്നും പറയാനില്ല കേട്ടോ, നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ തലയിലെല്ലാം ചുക്കിരി ഇരിപ്പുണ്ട്.